എല്ലാം പോയി സാറേ, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ആരും സാധാരണ ആൾക്കാരെ സഹായിക്കാനും ഒരാളില്ല. ഞങ്ങൾ എത്രയും വേണമെങ്കിൽ കിടക്കാനുള്ള സംവിധാനം തന്നാൽ ഞങ്ങളിനി ഇവിടെ കിടക്കണമില്ല. ഞങ്ങളിനി കിടക്കണല്ല, ദുനിയാവിലെ ജീവിതം നോക്കി ഞങ്ങൾ പോവുകയാണ്. മണ്ണെടുപ്പായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ JCB മെഷീൻ വെച്ച് ഭയങ്കര വൈബ്രേഷനായിരുന്നു. ഇത് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ലായിരുന്നു. വീട് വല്ലതും കുലുങ്കായിരുന്നു. അതുപോലെ ഇതിനൊക്കെ വിള്ളലുണ്ട്. ഈ സാധനം ഏത് നിമിഷവും തള്ളാം. സംരക്ഷണ ഭിത്തി കെട്ടിയാലും അത് സാധനം തള്ളും. മഴക്കാലത്ത് ഇത് തള്ളു ഉറപ്പാണ്. ഈ വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ. ഇവിടെ ഒരു സേഫ്റ്റി അല്ല. അപ്പോൾ ഇതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് ഞങ്ങളെ എങ്ങനെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം. ഇന്നലെ മെമ്പർമാർ വന്നിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ, നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ സംഗതി എല്ലാം പോയാണ്. നിർബന്ധിച്ച് അവർ കൊണ്ടുപോയി ഞങ്ങളെ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ രക്ഷപ്പെട്ടത്. 22 വീട്ടുകാരെ അവിടുന്ന് അവർക്ക് കൊണ്ടുപോയത്, വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത്. ഞങ്ങൾ പോയിട്ട് അതിന് 1 മണിക്കൂറായില്ല സംഭവങ്ങൾ. പിന്നെ ഈ വീട്ടുകാരനെ അതിൻ്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയും കൂടി കയറിയ അവൻ്റെ തറവാട് അപ്പുറമായിരുന്നു. കഞ്ഞി കുടിക്കാൻ വേണ്ടി കൂടെ വന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. 5 അടി അല്ലെങ്കിൽ 6 അടി അതിൽ കൂടുതൽ അവർ ഒരിടത്തും റിട്ടേണിംഗ് വാൾ തീർക്കുന്നില്ല. എന്നാൽ അവരെടുക്കുന്ന മണ്ണോ 15, 20, 30 അടി ഹൈറ്റിനാണ് മണ്ണെടുക്കുന്നത്. ജനങ്ങളോടൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവരുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. അവരുടേതായ തോന്നിവാസമാണ് ഈ മേഖലകളിൽ മൊത്തം നടക്കുന്നത്. ഒരു കാരണവശാലും വീടുകളിലേക്ക് ഇനി ഒരാൾക്കും വന്ന് താമസിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ഇനിയും അതുപോലെ തന്നെ വിള്ളൽ വീണ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ മണ്ണും ഇതുപോലെ തന്നെ വരുമല്ലേ.